എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ, അതായത് എനിക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണല്ലോ ഇത്, പക്ഷെ ഞാൻ സൗണ്ട് മാത്രം കൊടുക്കുന്നത് എന്തിനാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് ആക്ട്രസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് മൂവി ചെയ്ത ഉടനെ എനിക്ക് അങ്ങനെ തോന്നി. ഫസ്റ്റ് മൂവി ഞാൻ ചെയ്തു ബിക്കോസ് മണിരത്നം സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ, ഐ മീൻ ടു വർക്ക്, ആ ഒരു ഇത് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ലെറ്റ് ഗോ. അപ്പോൾ ഞാൻ പറഞ്ഞു I am not a dubbing artist. I am an actor. I am a heroine. എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു നെക്സ്റ്റ് ഒരു പടം അന്നപൂർണ സ്റ്റുഡിയോസിൽ നിന്ന് ഒരു ഡയറക്ടർ, പുതിയ ഡയറക്ടർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് വോണ്ട് ടു ഡബ് ബിക്കോസ് ഐ എം നോട്ട് എ ഡബ്ബിങ് ആർട്ടിസ്റ്റ്. പറഞ്ഞപ്പോൾ ഇല്ല നിങ്ങൾ തന്നെ ചെയ്യണം എന്ന്, ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ടും കൂടി തിരിച്ചു വന്നു അവർ. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ആരഗൻസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ പടം കാണാമെന്ന്. ഞാൻ പുതിയ ഡയറക്ടറാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഇഫ് ഇറ്റ് ഈസ് വർത്തി ഓഫ് മൈ വോയിസ് ഐ വിൽ ഡബ് എന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സോഫയിലാണ് ഞാൻ ഇരുന്ന് സുജാത എന്ന് പറഞ്ഞിട്ട് ഒരു ഡബ്ബിംഗ് തിയേറ്ററിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. സോ ദേ പ്ലേഡ് ദ ഫസ്റ്റ് റീൽ. ഡയറക്ടർ പിന്നാലെ നിൽക്കുന്നുണ്ട്. ഹി മസ്റ്റ് ബി സിറ്റിംഗ് ദെയർ. ഇങ്ങനെ നോക്കുമ്പോൾ ഐ സോ ദ ഫസ്റ്റ് റീൽ. ദെൻ ഐ ലൈക്ക്, ഹൂ ഈസ് ദിസ് ഡയറക്ടർ? തേർഡ് റീലിൽ ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഡു ദ ഫിലിം. ദാറ്റ് ഈസ് ശിവ രാം ഗോപാൽ വർമാസ് ഫിലിം. ഓക്കെ. അപ്പോൾ രാം ഗോപാൽ വർമ്മ വാസ് ഹിസ് ഫസ്റ്റ് മൂവി. ആൻഡ് വെൻ ഐ സോ ദ ഫിലിം ഐ ന്യൂ ദാറ്റ് എങ്ങനെ വേറെ ഒരു ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു that one ഇത് I don't want to dub എന്നുള്ളത് ബ്രേക്ക് ചെയ്തത് ബിക്കോസ് ഓഫ് ശിവ. അതിനുശേഷം എനിക്ക് എന്ത് തോന്നി എന്ന് വെച്ചാൽ, there is something in my voice and voice is very nice. It sounds very nice on screen. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരി എക്സൈറ്റഡ് അബൌട്ട് മൈ വോയിസ്. അതിനുശേഷം എനിക്ക് ഡബ്ബിംഗ് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മണിരത്നം സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാൻ തോന്നുന്നത്. അതായത് ഈ പൊന്നിയിൻ സെൽവം സിനിമ ഇപ്പൊ നമ്മൾ കാണുന്നു, പക്ഷെ ഇത് മുൻപ് കമൽഹാസൻ സാറ് അഭിനയിക്കാനൊക്കെ ഇരുന്നു. അതിൽ പൂങ്കുഴലിയായിട്ട് ചേച്ചിയായിരുന്നു ചെയ്യാനിരുന്നതെന്ന് ഇങ്ങനെ കേട്ടു, ആണോ? അപ്പോൾ അത് കുറേ പ്രാവശ്യം ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. MGRന്റെ കാലത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമൽ സാർ അനൗൺസ് ചെയ്തപ്പോൾ അപ്പോഴത്തേക്ക് ഐ ഹാവ് റെഡ് ദ ബുക്ക് ആൻഡ് ഐ ഫെൽറ്റ് സോ മച്ച് ഇൻ ലവ് വിത്ത് ദി പൂങ്കുഴലി ക്യാരക്ടർ. അപ്പോൾ ഞാൻ സാറാണ് എടുക്കാൻ പോകണമെന്ന് ഉടനെ, ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു മീറ്റ്. അപ്പോൾ ഞാനൊരു ഫിൽം മേക്കറിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ്. അതുവരെ എനിക്ക് ഓഫേഴ്സ് വരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ലഞ്ച് അവറിൽ AVMൽ വെച്ച് കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ കേട്ടു പൊന്നിയിൻ സെൽവൻ സാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഐ ആം പൂങ്കുഴലി. സോ ഐ വാസ് ലൈക്ക്, I didn't ask him for chance. I decided and then I said I am പൂങ്കുഴലി. സർ ലൈക്ക് laughed. പക്ഷെ അത് ഡ്രോപ്പായി പോയി. അതിനുശേഷമാണ് മകളിർ മട്ടും പ്ലാൻ ചെയ്യുമ്പോൾ സാർ ഇൻവൈറ്റഡ് മീ ടു ഡു ദാറ്റ് ക്യാരക്ടർ. അതിനുശേഷം ഇത്രയും കാലം കഴിഞ്ഞിട്ട് മണി സാറിൻ്റെ ഡയറക്ഷനിലാണ് ഈ പടം വന്നു എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി ഹാപ്പി ദാറ്റ് പൊന്നിയിൻ സെൽവൻ ഹാസ് ബീൻ മെയ്ഡ്. അതെ, അതൊരു മൂവിയായി എന്നുള്ളത് അല്ലേ? ഡ്രോപ്പായി ഫൈനലി അതൊരു മൂവിയായി. അതിനൊരു ബഡ്ജറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഒരു 2 ഭാഗമായിട്ട് അത് ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ്. ഇപ്പൊ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ സ്റ്റോറി പറയുന്നതിൽ ഫാസ്റ്റ് ആയിട്ട് പറയുന്ന മാതിരി തോന്നുന്നു. എന്താന്ന് വെച്ചാൽ അത്രയ്ക്കുണ്ട്. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ലൈക്ക് അറ്റ്ലീസ്റ്റ് 3 പാർട്സ് ചെയ്തതാണെങ്കിലോ എന്ന് കൂടെ വിചാരിക്കുന്നുണ്ട്. ഓർ സീരീസ് ആയിട്ട് ചെയ്തതാണെങ്കിൽ ഇനിയും കുറച്ചും കൂടി സ്പേസ് പൂങ്കുഴലിയുടെ ക്യാരക്ടറിന് ഉള്ള സ്പേസ്. ചേച്ചി സ്റ്റോറി വായിച്ചുകൊണ്ട് ഈ പൂങ്കുഴലിയുടെ ക്യാരക്ടർ നമ്മളിപ്പോ കാണുന്നതല്ല, ഇനിയുണ്ട്. പക്ഷെ അവളുടെ ഇൻട്രൊഡക്ഷനൊക്കെ ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷനൊക്കെ. ആ ഇൻട്രൊഡക്ഷനൊക്കെ ലൈക്ക് വി നോട്ട് ബിക്കോസ് അത് കണ്ടൻസ്ഡ് ഇതായിട്ടാണല്ലോ വരുന്നത്. പക്ഷെ ഷീ ലുക്സ് ഫാബുലസ് ആസ് പൂങ്കുഴലി ആൻഡ് ഷീ ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. ഐശ്വര്യ ലക്ഷ്മി.